വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോസഫ് 2 കൈകളിൽ പിടിച്ച് തൻ്റെ മക്കളായ മനശ്ശെയും എഫ്രായിമിനെയും യാക്കോബിൻ്റെ അനുഗ്രഹത്തിനായി കൊണ്ടുവന്നു. യാക്കോബ് വലതുകൈ ഇളയപുത്രനായ എഫ്രായിമിൻ്റെ തലയിലും ഇടതുകൈ മൂത്തപുത്രനായ മനശ്ശെയുടെയും തലയിൽ വെച്ചത് ഇഷ്ടമാകാതെ ജോസഫ് മനശ്ശെയാണ് മൂത്തപുത്രൻ എന്ന് യാക്കോബിനോട് പറഞ്ഞപ്പോൾ യാക്കോബ്, എനിക്കറിയാം മകനെ, എനിക്കറിയാം, അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും, അവനും വലിയവനാകും. എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും, അവൻ്റെ സന്തതികളോ അനവധി ജനതകളും. ഉൽപ്പത്തി 48 തിരുവചനം. യാക്കോബ് തൻ്റെ അന്ത്യകാലം അടുത്തെന്ന് മനസ്സിലാക്കി മക്കൾ ഓരോരുത്തരോടുമായി അവരുടെ ഗുണദോഷങ്ങളെ വിവരിക്കുന്നു. ഇതിൽ യൂദായോട് പറയുന്നത് ഇപ്രകാരമാണ്: യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. ഉൽപ്പത്തി 49 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലെ ഈ തിരുവചനങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ നൽകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാന പുസ്തകമായ വെളിപാടിൽ ഇതെങ്ങനെ വിവരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. വെളിപാട് 5 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.